പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തും. രാംലല്ലയുടെ ജന്മഗൃഹത്തിലെ ദർശനത്തിനും ആരാധനകൾക്കും ശേഷം നടക്കുന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ന് വൈകിട്ട് 6:40 സിത്താപൂരിലെ ദൗരാഹാര ഹെലിപാഡിൽ നിന്നും അയോധ്യ വിമാനത്താവളത്തിലെത്തും. തുടർന്ന് റോഡ് മാർഗമാണ് രാമക്ഷേത്രത്തിലേക്ക് എത്തുക. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, രാംലല്ലയുടെ ദർശനം പ്രധാനമന്ത്രി അത്രയും ആഗ്രഹത്തോടെ നോക്കിക്കാണുന്ന ഒന്നായിരിക്കും. തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രദേശവാസികൾക്കും അത്രയും വിശേഷമാകുന്ന ഒരു സാഹചര്യം. എന്താണ് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ സന്ദർശന പരിപാടികൾ? ലക്ഷ്മി, തീർച്ചയായും അയോധ്യ പ്രധാന സേവകനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. അയോധ്യയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പൂർണ്ണമായും പുഷ്പാലങ്കൃതമാണ് അയോധ്യ ക്ഷേത്ര നഗരി. രാമക്ഷേത്രം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് രാംലല്ല രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതനാകുമ്പോൾ ഒരു യജമാനന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള നരേന്ദ്രമോദിയെ വീണ്ടും വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. ജനുവരി 22-ന് ഈ വർഷം ജനുവരി 22-ന് രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ഇതാദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അയോധ്യയിലേക്ക് എത്തുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിലെ പ്രധാന ആചാര്യൻ സത്യേന്ദ്രദാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു, വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചിരുന്നു. അയോധ്യയിൽ അദ്ദേഹം പ്രധാനമന്ത്രി എത്തുന്നത് വൈകിട്ടാണ്. അദ്ദേഹത്തിന് പ്രത്യേക പൂജകളിൽ പങ്കെടുക്കും. അതിനായുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. രാംലല്ല അല്ലെങ്കിൽ രാമക്ഷേത്രം വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം റോഡ് ഷോ നടത്തുമ്പോൾ അയോധ്യ പൂർണ്ണമായും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും എന്നുള്ളൊരു പ്രതികരണമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആചാര്യനായിട്ടുള്ള സത്യേന്ദ്രദാസ് പ്രതികരിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തുന്നത്. അവിടെയും രാമക്ഷേത്രത്തിൽ ദർശനം നടത്തും. ഒപ്പം ഈ വലിയൊരു റോഡ് ഷോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സുഗ്രീവ കോട്ട മുതൽ ഈ ലതാ മങ്കേഷ്കർ ചൗക്ക് വരെ ഏകദേശം 2 കിലോമീറ്റർ ദൂരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തൊട്ടുമുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ നടത്തിയിട്ടുള്ള റോഡ് ഷോയുടെ ചിത്രങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. അയോധ്യ ക്ഷേത്ര നഗരിയിലെ ജനങ്ങൾ മുഴുവൻ നിവാസികളും, അത് ജാതി മത ഭേദമന്യേ അയോധ്യയിലെ മുഴുവൻ ജനങ്ങളും അന്ന് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനെത്തിയ കാഴ്ച. അവിടെ രാമജന്മഭൂമി തർക്കം നിലനിന്നിരുന്ന സമയത്ത് മസ്ജിദ് കമ്മിറ്റിക്ക് വേണ്ടി വാദിച്ചിരുന്ന ആളുകൾ പോലും അന്ന് അവിടെ എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ വലിയൊരു ജനപിന്തുണ അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തീർച്ചയായും BJPയുടെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു മുൻപ് അയോധ്യ എന്നുള്ളത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം, പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ വാഗ്ദാനം, അതിനുമപ്പുറത്തിലേക്ക് പിറകോട്ട് പോകുമ്പോൾ രാമജന്മഭൂമി പ്രക്ഷോഭം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ മുൻനിരയിൽ നിന്നിരുന്ന വ്യക്തി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അല്ലെങ്കിൽ അന്ന് നരേന്ദ്രമോദി എന്നുള്ള കാര്യം നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നിരവധി പ്രത്യേകതകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാമക്ഷേത്ര ദർശനവുമായും നമുക്ക് ചേർത്ത് വെച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും. ഒപ്പം ഈ മാസം 13-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. വാരണാസി മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുൻപായി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അയോധ്യയിലെ രാമക്ഷേത്ര ദർശനം എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. 13-ാം തീയതി അവിടെയും വാരണാസിയിൽ വലിയ പൊതുജന റാലിയോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം എന്നുള്ളതാണ് ഇതിനോടകം തന്നെ BJP അറിയിച്ചിട്ടുള്ളത്. വാരണാസിയിൽ ഇത് 3-ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരത്തിനിറങ്ങുന്നത്. 2014-ലും 2019-ലും മികച്ച ഭൂരിപക്ഷത്തിൽ വാരണാസി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തിരുന്നു. ഇന്ന് ഈ ഒരു മാസം 13-ാം തീയതി വാരണാസിയിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുന്നോടി കൂടിയായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തുന്നത്. അവിടെയും വലിയ റോഡ് ഷോ പ്രധാനമന്ത്രി നടത്തുന്നുണ്ട്. ലതാ മങ്കേഷ്കർ ചൗക്ക് വരെ 2 കിലോമീറ്ററോളം നീളുന്ന റോഡ് ഷോയിൽ രാജ്യത്തിന്റെ പ്രധാന സേവകൻ പങ്കെടുക്കും. ജിഷ്ണു, ഈ ഇന്നിപ്പോൾ ആത്മീയതയുമായി ബന്ധപ്പെട്ട സന്ദർശനം രാംലല്ലയെ ദർശിക്കാൻ വേണ്ടി എത്തുന്നു. അതുമാത്രമല്ല, ഇറ്റാവിലും സിത്താപൂരിലും അദ്ദേഹം 2 റാലികളെ അഭിസംബോധന ചെയ്യുന്നുണ്ടല്ലോ. പിന്നീടാണല്ലോ പുണ്യനഗരിയിലേക്ക് എത്തുന്നതും രാംലല്ല ദർശനത്തിന് ശേഷം റോഡ് ഷോയും. ഈ ഇറ്റാവ എന്ന് പറയുന്നത് സമാജ്വാദി പാർട്ടിയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് കൂടിയാണ്. അത്തരത്തിലൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്നുവെച്ചാൽ ഇതിനൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേകത.
ലക്ഷ്മി, തീർച്ചയായും തെരഞ്ഞെടുപ്പിനോട് തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാമക്ഷേത്ര ദർശനം എന്നുള്ളത്. കാരണം BJP രഹസ്യമായി നടത്തിയതല്ല, വളരെ കൃത്യമായി ജനങ്ങൾക്ക് മുൻപിലേക്ക് രാമക്ഷേത്രം എന്നുള്ളത് രാജ്യത്തിൻ്റെ സാംസ്കാരിക അടയാളമാണ്, അല്ലെങ്കിൽ ആ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം എന്നുള്ളത് BJP മുൻപോട്ട് വെച്ച രാഷ്ട്രീയ അജണ്ടയായിരുന്നു. അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് 2024 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉത്തർപ്രദേശ് പോലെ ഒരു സംസ്ഥാനത്ത് അത് വളരെയധികം ഗുണം ചെയ്യും. ഉത്തർപ്രദേശിൽ മാത്രമല്ല, ഹിന്ദി ഹൃദയഭൂമികയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ ഗുണം ചെയ്യും. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റുകൾ, ലക്ഷ്മി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഉത്തർപ്രദേശിൽ ബാക്കി നിൽക്കുന്ന സമാജ്വാദി കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ റായ്ബറേലി എന്ന കോൺഗ്രസിൻ്റെ ഒരേ ഒരു സിറ്റിംഗ് സീറ്റ് ഉത്തർപ്രദേശിൽ, അത്തരത്തിലും വിവിധ മണ്ഡലങ്ങളിൽ രാമക്ഷേത്രം എന്നുള്ള, അല്ലെങ്കിൽ രാമക്ഷേത്രം സാധ്യമാക്കിയതുകൊണ്ട് തന്നെ, രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം സാധ്യമാക്കിയതുകൊണ്ട് തന്നെ വലിയ ജനപിന്തുണ BJPക്ക് ലഭിക്കും. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലൂടെ BJPക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് വലിയൊരു ഫാക്ടർ. കാരണം കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ, അത് 2019 അതിനുശേഷം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഉൾപ്പെടെയുള്ള, രാജസ്ഥാനും ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ഇവിടങ്ങളിലെല്ലാം BJPയുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ ഈ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഒരു യാഥാർത്ഥ്യമാക്കി എന്ന ഒരു വലിയ ഘടകം, ഈ രണ്ട് ഘടകങ്ങളും, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം രാമജന്മഭൂമിയിലെ രാമക്ഷേത്രം, ഈ രണ്ട് ഘടകങ്ങളും ഉത്തർപ്രദേശ് പോലെ 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ള, ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്തും, ഒപ്പം മധ്യപ്രദേശും മഹാരാഷ്ട്രയും രാജസ്ഥാനും ഉൾപ്പെടെയുള്ള മേഖലകളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വലിയ ജനപിന്തുണ നേടിയെടുക്കാനും, കഴിഞ്ഞ തവണകളിൽ നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെട്ട മണ്ഡലങ്ങളിൽ പോലും ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ വിജയം കരസ്ഥമാക്കാനും ഈ രണ്ട് ഫാക്ടറുകളും BJPയെ സഹായിക്കും എന്നുള്ള വിലയിരുത്തലാണ് ദേശീയ രാഷ്ട്രീയത്തിലുള്ളത്. അതുകൊണ്ട് ഈ സമാജ്വാദി പാർട്ടിക്ക് 2019 5 സീറ്റുകളാണ് ഉത്തർപ്രദേശിൽ നേടാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ 80 സീറ്റുകളിൽ 62 BJPയും 2 സഖ്യകക്ഷിയും ഉൾപ്പെടെ 64 സീറ്റുകൾ NDA സഖ്യം നേടിയപ്പോൾ 5 സീറ്റുകൾ അവിടെ സമാജ്വാദിക്ക് നേടാൻ സാധിച്ചിരുന്നു. റായ്ബറേലി എന്ന ഒറ്റ സീറ്റ് മാത്രം കോൺഗ്രസിന് നേടാൻ സാധിച്ചിരുന്നു. ഈ സീറ്റുകൾ കൂടി പിടിച്ചെടുത്തുകൊണ്ട് ഇത്തവണ 80-80 എന്ന ലക്ഷ്യമാണ് ഉത്തർപ്രദേശിൽ BJP മുൻപോട്ട് വയ്ക്കുന്നത്. അതിന് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 റോഡ് ഷോകൾ, അതിലേറ്റവും പ്രധാനം വൈകിട്ട് 6 മണിക്ക് ശേഷം അയോധ്യയിൽ നടക്കുന്ന, ലതാ മങ്കേഷ്കർ ചൗക്ക് വരെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ വലിയ രീതിയിൽ സഹായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനപ്പുറത്തേക്ക് രാമക്ഷേത്രത്തിൽ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കാലങ്ങളോളം ഹൈന്ദവ സമൂഹം കാത്തിരുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ത്യാഗം സഹിച്ചൊരു സമൂഹം ഈ രാജ്യത്തുണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് രാമജന്മഭൂമിയിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായപ്പോൾ ഒരു യജമാനന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയ, രാംലല്ലയെ സ്വന്തം ജന്മഗൃഹത്തിൽ കുടിയിരുത്തിയ വ്യക്തി കൂടിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം വീണ്ടും രാമജന്മഭൂമിയിലേക്ക് എത്തുന്നു. അവിടെ വലിയ രീതിയിലുള്ള ആഘോഷം ഭക്തസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും പൂർണ്ണമായും പുഷ്പാലങ്കൃതമായിക്കൊണ്ട് പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിനായി വലിയ ഉത്സവ ലഹരിയിലാണ് അയോധ്യ ക്ഷേത്ര നഗരിയുള്ളത്. അയോധ്യ നിവാസികളുടെ വലിയ ജനപങ്കാളിത്തം, അത് ജാതി മത ഭേദമന്യേ വലിയ ജനപങ്കാളിത്തം ഇന്ന് വൈകിട്ട് നടക്കുന്ന റോഡ് ഷോയിൽ നമുക്ക് കാണാൻ സാധിക്കും. രാജ്യം 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് മെയ് 7 നടക്കാനിരിക്കും. ഇന്ന് പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസമാണ്. പ്രധാന സേവകന് ഇന്ന് വളരെ തിരക്ക് പിടിച്ച ദിവസമാണ്. അദ്ദേഹം ഇന്ന് അയോധ്യയിൽ എത്തുന്നുണ്ട്. അതിനു മുൻപായി ഈറ്റാവയിലും സീതാപൂരിലും അദ്ദേഹം 2 റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം പുണ്യഭൂമിയിലേക്ക് എത്തി രാംലല്ല ദർശനത്തിന് ശേഷം അവിടെ റോഡ് ഷോയുമുണ്ട്. ജിഷ്ണുവാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച് വിശദവിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.